തിരഞ്ഞെടുപ്പ് വരും, പോകും, നിങ്ങൾ പോകും, നമ്മൾ പോകും. പാലക്കാട് പിന്നെ ഇവിടുത്തെ ജനങ്ങളുടെ ബാക്കിയുണ്ട്. 24-ാം തീയതി 23 റിസൾട്ട് വരുമ്പോൾ ഇവിടെ ആഹ്ലാദ പ്രകടനം കോൺഗ്രസ് നടത്തേണ്ടി വന്നാൽ അതോടൊപ്പം SDP-യുടെ കൊടികൾ പാറിപ്പറക്കരുത്. അങ്ങനെ ഒരു പിക്ചർ ഇവിടെ ഉണ്ടാകരുത്. അപ്പോൾ കോൺഗ്രസ് ഏറ്റവും ഒടുവിൽ പരാജയ ഭീതിയിൽ കോൺഗ്രസ് എടുക്കുന്ന അപകടകരമായ ഒരു രാഷ്ട്രീയ കളിയുണ്ട്. പിന്നെ ഒരു രാഷ്ട്രീയ കളിയുണ്ട്. അത് ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ തുറന്നാണ്. അത് യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും അതൊരു ഡിബേറ്റബിൾ സബ്ജക്റ്റായി മാറണമെന്നുള്ളതാണ്. ആരാധനാലയങ്ങളെ തിരഞ്ഞെടുപ്പ് പ്രചരണ കേന്ദ്രങ്ങളാക്കി SDP-യെ ഉപയോഗിച്ച് പാലക്കാട് നഗരത്തിൽ വളരെ വ്യാപകമായി പരസ്യമായി കോൺഗ്രസ് പ്രചരണം നടത്തുകയാണ്. ഞാൻ പറഞ്ഞപ്പോൾ ഒരു പ്രഖ്യാപിത സഖ്യകക്ഷിയായി SDP മാറിക്കഴിഞ്ഞു. മുസ്ലിം ലീഗിനെ ഞാൻ ബ്ലെയിം ചെയ്യുന്നില്ല, അത് അവരുടെ ഭാഗമാണ്. അപ്പോൾ ആ SDP ഇവിടെ ആഹ്ലാദ പ്രകടനങ്ങളിൽ ആക്രമിക്കാൻ പാടില്ല. ഇത് ജനങ്ങൾ കാണണം. UDF ജയിക്കാൻ പാടില്ല. UDF ജയിച്ചാൽ അത് SDP-യുടെ കൂടി വിജയമായി വരികയാണ്. അത് തെരഞ്ഞെടുപ്പിന് ശേഷം പാലക്കാട്ടെ സാമൂഹികാന്തരീക്ഷത്തിൽ ഉണ്ടാക്കാൻ പോകുന്നത് അതീവ ഗുരുതരമായ പ്രത്യാഘാതമാണ്. ഇത് ഞങ്ങൾ ജനങ്ങളോട് വളരെ വ്യാപകമായി പറയുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ വളരെ അഭിമാനത്തോടെ ഞങ്ങൾ ആദ്യമേ പറഞ്ഞു, അങ്ങനെ SDP അങ്ങനെ ഒരു വോട്ട്, തീവ്ര വർഗീയ നിലപാടുകളുടെ വോട്ട് നമുക്ക് സ്വീകരിക്കാൻ പാടില്ല.